മലയാള കവിതയെ അതിഭാവുകത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ആധുനികതയുടെ പാതയിലേക്ക് നയിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ശാസ്ത്രബോധവും മാനവികതയും ഒത്തുചേർന്ന അദ്ദേഹത്തിൻ്റെ കവിതകൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. 1911 മെയ് 11 എറണാകുളം ജില്ലയിലെ കലൂരിലാണ് ജനനം. സസ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്ത അദ്ദേഹം ദീർഘകാലം ഹൈസ്കൂൾ ശാസ്ത്രാധ്യാപകനായും പിന്നീട് ഹെഡ് മാസ്റ്ററായും ജോലി ചെയ്തു. ഈ ശാസ്ത്ര പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ യുക്തിചിന്തയും നിരീക്ഷണ പാഠവും നിറയാൻ കാരണമായി. ജീവിതത്തിലെ പരാജയങ്ങളെയും ദാരിദ്ര്യത്തെയും ഭയക്കാതെ അഭിമുഖീകരിക്കുന്ന പരുക്കൻ ശൈലിയായിരുന്നു വൈലോപ്പിള്ളിയുടേത്. കീഴടങ്ങാൻ തയ്യാറാവാത്ത പൗരുഷം വൈലോപ്പിള്ളി കവിതകളുടെ പ്രധാന സവിശേഷതയാണെന്ന് പറയാം. പ്രകൃതിയെ വെറുമൊരു മനോഹരമായ ദൃശ്യമായല്ല, മറിച്ച് യുക്തിയോടെയും ശാസ്ത്രീയമായുമാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. കേരളീയ ഗ്രാമജീവിതവും കർഷകന്റെ അധ്വാനവും അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രധാന പ്രമേയങ്ങളായി. കൊയ്ത്തും മെതിയും കാർഷിക സംസ്കാരവും വരികളിൽ ആവേശമായി നിറഞ്ഞു നിന്നു. പഴയ തലമുറയുടെ യാഥാസ്ഥിതികതയെ മാറ്റിമറിക്കാൻ പുതിയ തലമുറയെ അദ്ദേഹം തൻ്റെ വരികളിലൂടെ ആഹ്വാനം ചെയ്തു. പ്രധാനപ്പെട്ട കൃതികൾ പരിശോധിച്ചാൽ ആദ്യത്തേത് കന്നിക്കൊയ്ത്ത് 1947, ശ്രീരേഖ 1950, കുടിയൊഴുക്കൽ, മകരക്കൊയ്ത്ത്, കയ്പവല്ലരി, വിട, കടൽക്കാക്കകൾ. നിരവധി അംഗീകാരങ്ങളും വൈലോപ്പിള്ളിക്ക് ലഭിച്ചിട്ടുണ്ട്. 1971 വിട എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കയ്പവല്ലരിക്ക് 1964 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മകരക്കൊയ്ത്തിന് 1981 വയലാർ അവാർഡ്. ഇതുകൂടാതെ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിവയും വൈലോപ്പിള്ളിക്ക് ലഭിച്ചിട്ടുണ്ട്. വൈലോപ്പിള്ളിയുടെ മനോഹരമായ നിരവധി കവിതകളുണ്ട്. അതിൽ ഏറ്റവും മനോഹരം എന്ന് പറയാൻ പറ്റുന്ന ഒരു കവിതയാണ് സഹ്യന്റെ മകൻ. ഒരു ഉത്സവപ്പറമ്പിൽ എഴുന്നള്ളിച്ച ആന മദമിളകി പാപ്പാനെ കൊലപ്പെടുത്തുന്നതും ഒടുവിൽ പട്ടാളം വന്ന് ആനയെ വെടിവെച്ച് കൊല്ലുന്നതുമാണ് കവിതയുടെ ചുരുക്കി പറയാനുള്ള ഇതിവൃത്തം. എന്നാൽ ഇത് വെറുമൊരു ആനയുടെ കഥയായല്ല നമ്മൾ വായിക്കേണ്ടത്, മറിച്ച് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ആവിഷ്കാരമാണിത്. സഹ്യപർവ്വതത്തിന്റെ മകനായ ആന ഉത്സവത്തിന്റെ ആരവങ്ങൾക്കിടയിലും തൻ്റെ ജന്മനാടായ ജന്മസ്ഥലമായ കാടിനെ സ്വപ്നം കാണുന്നു. കർപ്പൂരഗന്ധവും ചെണ്ടമേളവും ആനയ്ക്ക് കാട്ടിലെ ഗന്ധമായും ഇടിമുഴക്കമായുമാണ് അനുഭവപ്പെടുന്നത്. കാട്ടിലെ അരുവികളും പച്ചപ്പും വന്യതയും അവൻ്റെ ഓർമ്മകളിൽ നിറയുന്നുണ്ട്. ഈ ഗൃഹാതുരത്വം അവനെ പ്രകൃതിയുടെ ആദിമ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആനയുടെ ഉള്ളിൽ പ്രധാനമായും 2 ലോകങ്ങൾ തമ്മിലുള്ള സംഘർഷം അഥവാ യുദ്ധം നടക്കുന്നുണ്ട്. ഒന്ന് മനുഷ്യൻ നിർമ്മിച്ച ലോകം, ചങ്ങലകൾ, അങ്കുശം, ഉത്സവത്തിന്റെ പൊങ്ങച്ചങ്ങൾ, അങ്ങനെ. മറ്റൊന്ന് പ്രകൃതിദത്തമായ ലോകം, സ്വാതന്ത്ര്യം, കാട്, വന്യത. ഈ സംഘർഷം മൂർച്ഛിക്കുമ്പോഴാണ് ആന മദമിളകി ചങ്ങലകൾ തകർക്കുന്നത്. ഇതിലെ ആന എന്ന് പറയുന്നതും പാപ്പാനും വെടിയുണ്ടയും ഒക്കെ ഓരോ പ്രതീകാത്മകങ്ങളായിട്ടുള്ള രൂപങ്ങളാണ്. ആന എന്നത് അടിച്ചമർത്തപ്പെട്ട പ്രകൃതിയുടെയോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഉള്ളിലെ വന്യമായ വാസനകളുടെയോ പ്രതീകമായി നിലകൊള്ളുന്നു. പാപ്പാൻ പ്രകൃതിയെ മെരുക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ പ്രതീകവും, വെടിയുണ്ട പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രതിഷേധത്തെ ശാസ്ത്രവും അധികാരവും ഉപയോഗിച്ച് അടിച്ചമർത്തുന്നതിൻ്റെ സൂചനയുമായി നിലകൊള്ളുന്നു. വൈലോപ്പിള്ളിയുടെ തനതായ ശക്തമായ പദാവലിയും ബിംബങ്ങളും ഈ കവിതയിലും കാണാവുന്നതാണ്. യുദ്ധക്കളത്തിന് സമാനമായ ഉത്സവപ്പറമ്പിന്റെ വർണ്ണനയും കാടിന്റെ വന്യതയും വായനക്കാരുടെ മനസ്സിൽ അതിൻ്റെ അതേ ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൽ ആനയുടെ മാനസികാവസ്ഥ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കവിതയിൽ ആന എന്ന് പറയുന്നത് വെറും ഒരു മൃഗമല്ല, മറിച്ച് വികാര വിചാരങ്ങളുള്ള ഒരു വ്യക്തിയെ പോലെയാണ് വൈലോപ്പിള്ളി അവതരിപ്പിച്ചിരിക്കുന്നത്. ഉത്സവത്തിന്റെ ബഹളങ്ങൾക്കിടയിലും ആനയുടെ മനസ്സ് തൻ്റെ സഹ്യപർവ്വത സാനുക്കളിലാണുള്ളത്, അല്ലെ? ആനയുടെ ചെവിയിൽ മുഴങ്ങുന്ന ചെണ്ടമേളം അവന് കാട്ടിലെ ഇടിമുഴക്കമായും തീവെട്ടികൾ കാട്ടുതീയുമായാണ് അനുഭവപ്പെടുന്നത്. ഈ ചങ്ങലകളും തോട്ടിയുമൊക്കെ
അവനെ തളച്ചിടുമ്പോൾ അവന്റെ ഉള്ളിലെ വന്യത പുറത്തു കടക്കാൻ വെമ്പുകയാണ്. ഈ മാനസിക സംഘർഷമാണ് മതമായി പരിണമിക്കുന്നത്. തന്നെ അടിമയായി വെച്ചിരിക്കുന്ന മനുഷ്യവർഗത്തോടുള്ള കടുത്ത അമർഷം അവന്റെ ഉള്ളിലുണ്ട്. പാപ്പാനെ കൊല്ലുന്നത് ഈ അടിച്ചമർത്തപ്പെട്ട ക്രോധത്തിന്റെ ബഹിർസ്ഫുരണമാണ് എന്ന് നമുക്ക് പറയാം. വൈലോപ്പിള്ളി കവിതകളിലെ പ്രധാന ഘടകമാണ് പ്രകൃതി, അല്ലെ? പ്രകൃതിയെ കേവലം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അഥവാ ആസ്വദിക്കാനുള്ള ഒരു ദൃശ്യമായിട്ടല്ല വൈലോപ്പിള്ളി കാണുന്നത്, മറിച്ച് അത് ശക്തിയും സൗന്ദര്യവും ഒത്തുചേർന്ന ഒന്നായാണ് കാണുന്നത്. പ്രകൃതിയെ മെരുക്കി നിർത്താൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് കവി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആന പ്രകൃതിയുടെ അനിയന്ത്രിതമായ ശക്തിയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. വിനോദത്തിനും ആഡംബരത്തിനുമായി ഒരു വന്യമൃഗത്തെ ചങ്ങലക്കിടുന്ന മനുഷ്യന്റെ സ്വാർത്ഥതയെ കവി വിമർശിക്കുന്നുണ്ട്. വെടിയുണ്ടയേറ്റ് വീഴുമ്പോൾ പാവം സഹ്യന്റെ മകൻ എന്ന് വിളിക്കുന്നതിലൂടെ പ്രകൃതിയോടുള്ള കവിയുടെ അങ്ങേയറ്റത്തെ സ്നേഹവും അനുകമ്പയും വെളിപ്പെടുന്നു. ശാസ്ത്രബോധമുള്ള കവിയായതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ സഹജമായ വാസനകളെ മാറ്റാൻ സംസ്കാരത്തിന് കഴിയില്ലെന്ന തിരിച്ചറിവ് കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഈ കവിതയിലെ ചില വരികൾ നോക്കിക്കഴിഞ്ഞാൽ, കർപ്പൂര ഗന്ധം അവന് കാട്ടുകാറുകൾ പെയ്യുന്ന മണ്ണിൻ ഗന്ധം, ചെണ്ടതൻ പട്ടം മുരശടിയോ കൊണ്ടലുകൾ തൻ ഗർജനാരവം. അതായത് ഉത്സവത്തിന്റെ തിരക്കിൽ, ഉത്സവത്തിൽ നമുക്കറിയാം അമ്പലത്തിലുണ്ടാകുന്ന പല ഗന്ധങ്ങളുണ്ടാവും, വാസനകളുണ്ടാവും. അപ്പോൾ അവിടെയുള്ള കർപ്പൂരത്തിന്റെ രൂക്ഷമായിട്ടുള്ള ഈ ഗന്ധം ആനയ്ക്ക് തോന്നുന്നത് മഴ പെയ്ത മണ്ണിന്റെ മണമായിട്ടും ചെണ്ടമേളം കാട്ടിലുള്ള ഇടിമുഴക്കമായുമാണ് അനുഭവപ്പെടുന്നത്. ആനയുടെ മനസ്സ് പൂർണ്ണമായും കാട്ടിലെ ഓർമ്മയിലാണ്. അങ്കുശമില്ലാത്ത വന്യ സൗന്ദര്യമേ നിന്നെയൊന്നു വണങ്ങുന്നു ഞാൻ. മനുഷ്യന്റെ തോട്ടിക്ക്, അങ്കുശം എന്ന് പറഞ്ഞ തോട്ടി, അതിന് വഴങ്ങാത്ത ചങ്ങലകൾ തകർത്ത ആനയുടെ ആ വന്യമായ കരുത്തിനെ കവി ആദരവോടെ വണങ്ങുകയാണ് ഈ സന്ദർഭത്തിൽ. ആനയുടെ മതപ്പാടിനെ കേവലം ഒരു മൃഗത്തിന്റെ വെറുപ്പായല്ല, മറിച്ച് തടവിലാക്കപ്പെട്ട പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമായിട്ടാണ് കവി കാണുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്കുശമില്ലാത്ത വന്യ സൗന്ദര്യമേ എന്ന വരിയിലൂടെ മനുഷ്യൻ നിർമ്മിച്ച ചട്ടക്കൂടുകളെ തകർക്കുന്ന പ്രകൃതിയുടെ കരുത്തിനെയാണ് കവി യഥാർത്ഥത്തിൽ വണങ്ങുന്നത്. കവിതയുടെ അവസാനം ആന വെടിയേറ്റ് വീഴുമ്പോൾ അത് വെറുമൊരു മരണം മാത്രമല്ല, മനുഷ്യന്റെ ആർത്തിക്കും വിനോദത്തിനും വേണ്ടി വന്യജീവിയെ അതിന്റെ സ്വാഭാവിക പരിസ്ഥിതിയിൽ നിന്ന് മാറ്റിയതിന്റെ പാപഭാരം മുഴുവൻ ആ വരികളിലുണ്ട്. പാവം സഹ്യന്റെ മകൻ എന്ന പ്രയോഗം വായനക്കാരിൽ ആ സഹതാപത്തെയാണ് ഉളവാക്കുന്നത്. ഈ ഉത്സവ പറമ്പിലെ ഓരോ കാഴ്ചയും ആന തന്റെ കാടുമായി ബന്ധിപ്പിക്കുന്നത് ഓരോ ബിംബങ്ങളിലൂടെയാണ്. അതായത് ഈ കർപ്പൂരഗന്ധം മണ്ണിലെ മണമായും, ചെണ്ടമേളം ഇടിമുഴക്കമായും, തീവെട്ടികൾ കാട്ടുതീയായും ഒക്കെ ആണ് ചിത്രീകരിക്കുന്നത്. വന്യതയുടെ ബിംബങ്ങൾ ഇതിൽ നിരവധിയായിട്ട് കാണാം. ആനയുടെ ഉള്ളിലെ അടക്കാനാവാത്ത സ്വാതന്ത്ര്യദാഹത്തെ വന്യമായ ബിംബങ്ങളിലൂടെയാണ് വൈലോപ്പിള്ളി വരച്ചു കാട്ടുന്നത്. സഹ്യന്റെ മകൻ എന്ന ഈ പേര് പോലും ഒരു ബിംബമാണ്. ആനയെ വെറുമൊരു മൃഗമായല്ല, മറിച്ച് സഹ്യപർവ്വതത്തിന്റെ അനന്തരാവകാശിയായിട്ടാണ് കവി കാണുന്നത്. ഇത് ആനയുടെ ഗാംഭീര്യത്തെയും വന്യതയെയും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ കവിതയുടെ അവസാനം വളരെ ദാരുണമായ ബിംബങ്ങളിലൂടെയാണ് കവി അവതരിപ്പിക്കുന്നത്. മരണത്തിന്റെ ബിംബങ്ങളാണവ. പട്ടാളക്കാരന്റെ വെടിയുണ്ട, മനുഷ്യന്റെ അധികാരവും സാങ്കേതിക വിദ്യയും പ്രകൃതിയെ അടിച്ചമർത്തുന്നതിന്റെ പ്രതീകമാണിത്. അതുപോലെ ചെളിയിൽ വീണ മല, വലിയൊരു ആന വെടിയേറ്റ് വീഴുന്നത് ഒരു മല ഇടിഞ്ഞു വീഴുന്നത് പോലെയാണ് കവി ചിത്രീകരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ പ്രകൃതിയെ മനുഷ്യൻ തടവിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷമാണ് ഈ ബിംബങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇതില് ആന എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് എന്ന് പറഞ്ഞല്ലോ. എം വിജയൻ മാഷ്, നിങ്ങൾക്കറിയാം, മനഃശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടിയാണ് പല കൃതികളും പഠിച്ചിട്ടുള്ളത്. അത്തരത്തിൽ മാമ്പഴത്തെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം. അതുപോലെ സഹ്യന്റെ മകനെയും എം വിജയൻ മാഷ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതില് മനഃശാസ്ത്രപരമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു അഭിപ്രായം, ഇതിൽ ആന എന്ന് പറയുന്നത് കവിയുടെ തന്നെ പ്രതീകമാണ്. അതായത് ഇതിൽ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ അടക്കി ഒതുക്കി വച്ചിരിക്കുന്ന വാസനകൾ എന്ന് പറയുന്നത് കവിയുടെ തന്നെ ലൈംഗിക വാസനകളാണ് എന്നും, അത് ഒരു അവസരത്തിൽ ഈ അമർത്തപ്പെട്ട
പെട്ട് വെച്ചവ പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെടും. അത് വന്യമായിട്ടുള്ള അഥവാ ഭീകരമായിട്ടുള്ള ഒരു പുറന്തള്ളലായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പൊട്ടിപ്പുറപ്പെടലാണ് ഇവിടെ ആനയുടെ മദം പൊട്ടൽ എന്നും ഉള്ള തരത്തിൽ ഈ ആന കവി തന്നെയാണ്, അല്ലെങ്കിൽ കവിയുടെ മനസ്സ് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു പഠനം കൂടി ഇതിൽ പിന്നിൽ നടന്നിട്ടുണ്ട്. അത്തരത്തിൽ കൂടി ഇതിനെ ഒന്ന് വായിക്കാൻ ശ്രമിക്കേണ്ടതാണ്.